CPIM പാർട്ടി കോൺഗ്രസിൽ ഇന്ന് രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേൽ പൊതുചർച്ച. കേരളത്തിൽ നിന്നുള്ള 8 പേരാണ് ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന ഫെഡറലിസത്തെക്കുറിച്ചുള്ള സെമിനാറിൽ പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും പങ്കെടുക്കും. സാനിയോ മനോമി നൽകും വിശദാംശങ്ങൾ. സാനിയോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് രോഷ്നി ആൻഡ് വെങ്കി. അപ്പോൾ പറയൂ, എന്താണ് അവിടുത്തെ വിശേഷമെന്ന് ആദ്യം കേൾക്കട്ടെ. പിന്നീട് നമുക്ക് നമ്മുടെ ഈ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരാം. അതെ, ഇവിടുത്തെ വിശേഷം എന്ന് പറയുമ്പോൾ മധുരയിൽ മഴ പെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നല്ല തെളിഞ്ഞ കാലാവസ്ഥയും അതുപോലെ ഈ നല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥയുമാണ്. കാരണം 2 ദിവസമായി ഞങ്ങളൊക്കെ വെയിൽ കൊണ്ടിങ്ങനെ വല്ലാത്ത തരത്തിലുള്ള വെയിൽ, നമ്മുടെ കേരളത്തിലുള്ള വെയിലൊന്നുമല്ല, അതുകൊണ്ട് തന്നെ വലിയ പ്രയാസം അനുഭവിക്കുകയായിരുന്നു. ഇപ്പോൾ മധുരയിൽ മഴ പെയ്തിരിക്കുന്നു, ഇവിടെയൊക്കെ നനഞ്ഞ് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നു. നല്ല കാലാവസ്ഥയാണ് ഇന്നുള്ളത്. ഏതായാലും ആ കാലാവസ്ഥയിൽ തന്നെ അങ്ങനെ തുടരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും തനിയോ ഞാനൊരു കൗതുകത്തിന് വേണ്ടി ചോദിക്കുന്നതാണ്. നമ്മളൊക്കെ മനുഷ്യച്ചങ്ങല നടന്നല്ലോ DYFIയുടെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ വർഷം. അപ്പോൾ ഈ എന്താ പറയുക, അവിടെ മധുരയിൽ നിന്ന് കുറച്ച് സഖാക്കൾ വന്നിരുന്നു. അപ്പോൾ അവരൊക്കെ നമ്മളെ തോഴർ എന്നാണ് വിളിക്കുക. ആ വാക്ക് ഭയങ്കര ഭംഗിയുള്ളൊരു വാക്കാണ്. ഞാൻ ചുമ്മാ ചോദിക്കുന്നതേ ഉള്ളൂ. മധുരയിലൊക്കെ പോയിട്ട് ആ വാക്ക് അങ്ങനെയൊക്കെ കേട്ടോ? അങ്ങനത്തെ വാക്ക് കേട്ടു. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ചെയ്യാൻ വേണ്ടി മധുരയിൽ നിന്ന് കുറച്ച് അകലെയുള്ളൊരു ഗ്രാമത്തിലേക്ക് പോയിരുന്നു. അവിടെ അവർ പരസ്പരം തോഴറുകൾ അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. ഇവിടെയും മധുരയിലുള്ള സഖാക്കൾ ഈ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുമ്പോൾ അതെ തോഴർ എന്ന്, അതായത് സഖാക്കൾ എന്നുള്ളതിൻ്റെ അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തോഴർ അല്ലെങ്കിൽ തോഴരെ അങ്ങനെയൊക്കെയാണ് അവർ വിളിക്കുന്നത്. അത് വളരെ ഒരു പൊയറ്റിക്കായ ഒരു പദം കൂടിയാണെന്ന് വേണം പറയാൻ. യെസ്, അപ്പോൾ നമുക്ക് വാർത്തയിലേക്ക് വരാം സാനിയോ. അപ്പോൾ ഇന്ന് ഈ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേലൊരു പൊതു ചർച്ചയാണല്ലേ സാനിയോ? അപ്പോൾ എന്തൊക്കെയാണ് ആ ചർച്ചയിൽ ഉണ്ടാകുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അതായത് ഇന്നലെയാണ് PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലെ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടും കരട് രാഷ്ട്രീയ പ്രമേയവും മുമ്പ് കിട്ടിയ ഭേദഗതികളും സംബന്ധിച്ച റിപ്പോർട്ടും ഒക്കെയാണ് ഇന്നലെ അവതരിപ്പിച്ചത്. ആ റിപ്പോർട്ടിലുള്ള വിശദമായ ചർച്ചയാണ് ഇന്നിപ്പോൾ നടക്കുക. ഇന്ന് 10 മണി മുതൽ ഉച്ചവരെ ആദ്യ സെഷനിൽ ചർച്ച, അതിനുശേഷം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചർച്ച. അതായത് ഇന്നിപ്പോൾ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ മാത്രമാണ് ചർച്ചയിൽ പങ്കെടുക്കുക. 8 പേർക്കാണ് ചർച്ചയിൽ പങ്കെടുക്കാനുള്ള അവസരമുള്ളത്. നാളെയും ചർച്ച തുടരുന്നുണ്ട്. നാളെ ഉച്ചവരെയാണ് ചർച്ച തുടരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഈ റിപ്പോർട്ടിൻ്റെ അടക്കം വിശദവിവരങ്ങളൊക്കെയും റിപ്പോർട്ടറിലൂടെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതായത് വലിയ വിമർശനങ്ങൾ PB അംഗങ്ങൾക്കും അതുപോലെ മറ്റ് പാർട്ടിക്ക് മൊത്തവും വിമർശനങ്ങളൊക്കെയുള്ള ഒരു റിപ്പോർട്ടായിരുന്നു. അതായത് താഴെ തട്ടിലേക്ക് ഇടപെടുന്നില്ല, സമരങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്നില്ല, പല സംസ്ഥാനങ്ങളിലും തകർന്നടിയുന്നു തുടങ്ങിയ സ്വയം വിമർശനപരമായ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായ ചർച്ചകൾ തന്നെ നടക്കും. നല്ല വിമർശനമുണ്ടാകും. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളൊക്കെയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നല്ല വിമർശനങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. അത്തരത്തിൽ വിമർശനങ്ങൾക്ക് യാതൊരു പഞ്ഞവും ഉണ്ടാകാത്ത തരത്തിൽ വളരെ ചൂടേറിയ ചർച്ചകൾ തന്നെ നടക്കാനാണ് സാധ്യത. പക്ഷേ ഇന്നത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വൈകുന്നേരത്തെ സെമിനാർ ആയിരിക്കും അല്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയനും സ്റ്റാലിനും ഒക്കെ പങ്കെടുക്കുന്ന ഒരു സെമിനാർ. അതെ, ആ സെമിനാറാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്നുള്ളതാണ്. ഫെഡറലിസമാണ് രാജ്യത്തിൻ്റെ കരുത്ത് എന്നതാണ് സെമിനാറിൻ്റെ വിഷയം എന്ന് പറയുന്നത്. സ്റ്റാലിനും അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ കർണാടകയിൽ നിന്നുള്ള മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കൃഷ്ണ ബിയാരി ഗൗഡയും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സെമിനാർ തന്നെ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം തെക്കേ ഇന്ത്യയുടെ ഒരു യോജിപ്പ്, തെക്കേ ഇന്ത്യയുടെ ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ഒരുപക്ഷെ ആ സെമിനാറിലേക്ക് വന്നേക്കാം. നമുക്കറിയാവുന്നതുപോലെ രാജ്യത്ത് വ്യത്യസ്തമായ ഒരു ശബ്ദമുയർത്തുന്ന ഒരു ഭൂപ്രദേശം എന്നുള്ള നിലയ്ക്ക് ഈ പ്രദേശത്തുള്ള ഏറ്റവും പ്രമുഖരായ 3 നേതാക്കൾ ഒരുമിക്കുന്നു എന്നുള്ള നിലയ്ക്ക് ആ സെമിനാറിനെ വളരെ പ്രാധാന്യത്തോടെ തന്നെ കാണേണ്ടതുണ്ട്. വൈകിട്ട് 5 മണിക്ക് ഇവിടെ തന്നെ, അതായത് ഈ സ്റ്റേജിൽ ഒരുക്കിയിരിക്കുന്ന സെമിനാർ ഹാളിലാണ് ആ സെമിനാർ നടക്കുക എന്നുള്ളതാണ്. ഏതായാലും അതും വലിയ കൗതുകമായി തന്നെ, അല്ലെങ്കിൽ അതിലും വലിയ വാർത്തകൾ വരാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം അതും പ്രധാനപ്പെട്ടൊരു വാർത്തകളടക്കം വരുന്ന തരത്തിൽ, സ്റ്റാലിൻ സംസാരിക്കുന്ന തരത്തിൽ ഇന്ത്യ മുന്നണിയുടെ അടക്കം ഭാവിയെക്കുറിച്ചടക്കം ആ സെമിനാറിൽ ഒരു പക്ഷേ സംസാരിച്ചേക്കാം എന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത്.